എന്തിനുള്ള പുറപ്പാടാണ് ഇറാനും ഇസ്രായേലും നമുക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും അത് ആണവ സമ്പുഷ്ടീകരണമോ ആണവ ചർച്ചകളോ ഒന്നുമല്ല അക്രമത്തിന് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ട്. അത് അലി ഖമനയെയും അല്ലെങ്കിൽ ഇറാന്റെ റജീം ചേഞ്ച് മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ അത് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇസ്രായേൽ അടക്കം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് പിടിവിട്ടു പോകുന്നു. അത് ഇറാന്റെ അതിശക്തമായ പ്രത്യാക്രമണത്തിൽ പിടിവിട്ടു പോകുന്നു മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സമയം നോർത്ത് വെസ്റ്റേൺ ഇറാനിലുള്ള സഞ്ചാൻ പ്രവിശ്യയിൽ അതിരൂക്ഷമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ്. ഇറാനിൽ പരക്കെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. അതേസമയം തന്നെ ടെല്ലവീവ് അടക്കം ഹൈഫ അടക്കം ഇസ്രായേലിന്റെ പല മേഖലകളിലും ഇറാന്റെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് അവിടെയും തീമഴ പെയ്യിക്കുന്നു. അയൺഡോം അടക്കമുള്ള വലിയ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവിടെ പലയിടങ്ങളിലും അവിടെ മിസൈൽ പതിക്കുന്നുണ്ട്. അവിടെയും ആൾനാശം ഉണ്ടായിട്ടുണ്ട്, വലിയ കെട്ടിടങ്ങൾക്ക് നാശം ഉണ്ടായിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ദ മിസൈൽ ഷാറ്റേഴ്സ് ഇൻ ഡസൻസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓവർ ടെല്ലവീവ് എന്ന് പറഞ്ഞ ആർടിയുടെ ഒരു വീഡിയോ വരുന്നു. ഈ രാത്രി അങ്ങേയറ്റം സംഘർഷഭരിതമായ രക്തരൂക്ഷമായ രാത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിനിടയിലാണ് ബഹ്റൈൻ മനാമയിലുള്ള ജനവാസ മേഖലയിലേക്കുള്ള ആക്രമണം. സുഹൈൽ, ജനവാസ മേഖലയിൽ ആക്രമണം ഇറാൻ മോണിറ്റർ പോലെയുള്ള ചില ഇറാൻ ഏജൻസികൾ പറയുന്നത് അത് ഇസ്രായേലിന്റെ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരിക്കാം എന്നൊരു കാര്യം പറയുകയാണ്. ജനവാസ മേഖലകളെ ആക്രമിക്കില്ലെന്നും അവിടെയുള്ള അമേരിക്കൻ ഇസ്രായേൽ അസറ്റുകളെ അല്ലെങ്കിൽ അമേരിക്കൻ എയർബേസുകളെ മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്ന് നിലപാട് സ്വീകരിച്ചാണ് ഇറാൻ. അത് ജനവാസ മേഖലയെ ആക്രമിക്കില്ല. അതുകൊണ്ട് ഇത് ഇസ്രായേൽ പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ ആ മേഖലയിലെ ജനങ്ങളെ ഇറാനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരിക്കാം എന്ന് ഇറാൻ മോണിറ്റർ പോലെയുള്ള ചില ഏജൻസികൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല, ഇത് യുദ്ധം അതിന്റെ പരമാവധിയിലേക്ക് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ സൈബർ മേഖലയിൽ പ്രൊപ്പഗണ്ട വാറും അതിന്റെ പരമാവധിയിലേക്ക് കൊടുമ്പിരി കൊള്ളും. അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ് സുഹൈൽ, 85 കുഞ്ഞുങ്ങൾ ഈ പറയുന്ന ലോകത്തിന്റെ സങ്കീർണതകൾ അറിയാത്ത ജീവിച്ചു തുടങ്ങുന്ന പ്രൈമറി സ്കൂൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എന്താണെങ്കിലും ഇറാന്റെ തിരിച്ചടിയുടെ ലക്ഷ്യം എന്താണെങ്കിലും 85 പാവം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം, ഇറാനിലെ ജനങ്ങളെ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ മണിക്കൂറുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമനയുടെ ജനാധിപത്യ വിരുദ്ധ റജീമിനെ താഴെ ഇറക്കാൻ യുദ്ധം തുടങ്ങിയ ഇസ്രായേലും അമേരിക്കയും ആദ്യം ലക്ഷ്യം വെച്ചത് സ്കൂളിനെയാണ്, 85 കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളത് എപ്പോഴും യുദ്ധത്തിന്റെ ക്രൂരതയാണ്, യുദ്ധത്തിന്റെ വിധിവൈപരീത്യമാണ്. 85 കുഞ്ഞുങ്ങളിലുള്ള ആ കാഷ്വാലിറ്റി തുടങ്ങിയത് ഇറാന്റെ പല മേഖലകളിൽ അത് 200 ആണോ 250 ആണോ എന്നറിയാത്ത രീതിയിൽ അവിടെ കാഷ്വാലിറ്റി വരുന്നുണ്ട്. ഇപ്പുറത്ത് ഇസ്രായേൽ, പൊതുവെ ഇസ്രായേലിന്റെ കാഷ്വാലിറ്റിയുടെ കാര്യം ആ വാർത്തകൾ അവർ പുറത്തേക്ക് വിടാറില്ല. അത് അല്പനാളുകൾ കഴിഞ്ഞോ അല്പമാസങ്ങൾ കഴിഞ്ഞോ മാത്രമേ ആ കാഷ്വാലിറ്റിയുടെ ഒറിജിനൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുള്ളൂ. എന്തായാലും ഇറാൻ പറയുന്നത് ഇറാൻ നടത്തിയ 11ഓളം അമേരിക്കൻ എയർബേസുകളിലേക്ക് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 200ഓളം അമേരിക്കൻ സൈനികർ ജീവൻ നഷ്ടമായി എന്നൊരു അവകാശവാദം ഇറാൻ സൈന്യം IRGC ഉന്നയിക്കുന്നുണ്ട്. എത്രത്തോളം അതിൽ വസ്തുതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അമേരിക്ക സ്ഥിരീകരിക്കേണ്ടതാണ്, ബാക്കിയുള്ളവർ സ്ഥിരീകരിക്കേണ്ടതാണ്. ആയത്തുള്ള അലി ഖമനെ എവിടെയാണ് എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. ആയത്തുള്ള അലി ഖമനെ കൊല്ലപ്പെട്ടു എന്ന് ചില ഇസ്രായേൽ ചാനൽ 25 പോലുള്ള ചില ഇസ്രായേൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ്ബാസ് അറാക്ചി അതിനെ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു. അലി ഖമനെ ജീവനോടെയുണ്ട്, സേഫാണ്, സെക്യൂർ ആണെന്ന് പറയുന്നു. എന്തായാലും ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഖത്തർ ഒഴികെയുള്ള അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെയുള്ള വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാനില്ല എന്നാണ് തോന്നുന്നത്. മനാമ ഇപ്പോൾ ഓക്കെയാണ് എന്ന് രോഹിത് രാജേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങൾ ജബലലി ഇപ്പോൾ ഓക്കെയാണ്, ഞാൻ അവിടുന്ന് ഷാർജയിൽ പോകുന്നതാണ് സലാഹുദ്ദീൻ എന്ന പ്രേക്ഷകർ പറഞ്ഞു. നമ്മൾ ഈ പ്രേക്ഷകരുടെ കമൻറ്റുകൾ വായിക്കുന്നത് ഒരുപക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ആക്ച്വലായിട്ടുള്ള ആ ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ്. അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗൗരവത്തിൽ കാണുന്നതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ ഗൗരവത്തിൽ തന്നെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണം. ബാക്കി സമയത്ത് പോലെ ആവരുത്, ഇതൊരു വല്ലാത്ത സമയമാണ് എന്ന് പറയുകയാണ്. റാസൽ റുമ ബഹ്റൈൻ അപ്ഡേറ്റ് എല്ലാം പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഖത്തർ അടക്കം എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ നേരത്തെ ഉണ്ടായ ആ ജനവാസ മേഖലയിലെ ഷഹീദ് ഡ്രോൺ ആക്രമണം ഒഴിച്ചു നിർത്തിയാൽ ബഹ്റൈൻ അടക്കം ഖത്തർ അടക്കം ബാക്കി ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ ഏതാണ്ട് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാത്തൊരു സമയമാണെന്ന് പറയാം. നേർക്കുനേർ ഇറാൻ ഇസ്രായേൽ അറ്റാക്കിലേക്ക് പോയിരിക്കുന്നു. അത് അതിരൂക്ഷമായ അതിശക്തമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഇറാന്റെ നേരത്തെ ഒരു സൈനിക കമാൻഡർ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ, മിസൈലുകൾ അത് ഞങ്ങളുടെ പഴയ സ്റ്റോക്കാണ്, ഓൾഡ് സ്റ്റോക്ക് പൈലാണ്, പുതിയ അത്യാധുനിക സംവിധാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ രാത്രി ഇസ്രായേലിന് മറക്കാൻ കഴിയാത്ത രാത്രിയായിരിക്കും എന്നായിരുന്നു ആ ഇറാന്റെ മുൻ കമാൻഡർ പറഞ്ഞത്. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കുണ്ടായ ഇറാൻ ആക്രമണം, അതായത് ആയത്തുള്ള അലി ഖമനെയും പെഷ്കാനെയും ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ നിശബ്ദമായിരിക്കുകയായിരുന്നു. അതിനുശേഷം ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ഇറാൻ
ആക്രമണം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ തുടർച്ചയിലാണ് അതിശക്തമായ രണ്ടാം വേവ്, സെക്കൻഡ് വേവ് ഇറാനിലേക്ക് അടിക്കുന്നത്. ഇറാനിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രവിശ്യയിലും ഇറാനിൽ പരക്കെ വ്യാപകമായി വ്യോമാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലെടുക്ക് ഏതാണ്ട് അടയ്ക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ തന്നെ വരുന്നുണ്ട്. കാര്യം അതുവഴി കപ്പലുകൾ ആ കടലെടുക്ക് ഇപ്പോൾ താണ്ടുന്നില്ല. ഹോർമുസ് കടലെടുക്ക് അടച്ചിടുക എന്ന് പറഞ്ഞാൽ 50% എണ്ണയുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്, 50%-ലധികം എണ്ണ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഈ ഹോർമുസ് കടലെടുക്ക് വഴിയാണ്. നേർക്കുനേർ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയെ നേർക്കുനേർ ബാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ് ഹോർമുസ് കടൽ അടച്ചിടുക. അതുകൊണ്ട് ഹോർമുസ് കടലെടുക്ക് അധികം അടച്ചിടൽ ലോകത്തിന് താങ്ങാവതല്ല. ഒരുപക്ഷെ ഇറാന്റെ IRGCയുടെ സമ്മർദ്ദതന്ത്രം അത് അടച്ചിടുകയാണെങ്കിൽ അത് ഏറ്റവും കരുത്തുറ്റ ഒരു ആയുധമാണ് ഹോർമുസ് കടലെടുക്ക്. അത് അടച്ചിടുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ യുദ്ധം നിർത്താനുള്ള സമ്മർദ്ദമുണ്ടാകും. ആ രീതിയിലടക്കം സമ്മർദ്ദം ബിൽഡ് ചെയ്യുക എന്ന ഉദ്ദേശം ഉറപ്പായും ഇറാനുണ്ടാവാം. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഐക്യരാഷ്ട്രസഭ വിചാരിച്ചുകൊണ്ട് അമേരിക്ക ഇരിക്കുന്ന, ഇസ്രായേൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത, ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട സംവിധാനം എന്ന് ലോകം ആവർത്തിച്ച് വിധിയെഴുതിയ, ഒന്നിനും കൊള്ളാത്ത ഒരു സമാധാന സംവിധാനം എന്ന് ലോകം ആവർത്തിച്ച് വിധിയെഴുതിയ ഐക്യരാഷ്ട്രസഭ വഴി ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കലൊക്കെ അങ്ങേയറ്റത്തെ കടന്ന വ്യാമോഹമാകും. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാമെങ്കിലും ലോകത്തിന് ഇപ്പോഴും ആശ്രയിക്കാൻ ഏതെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അത് മാത്രമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധസമയത്ത് ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അല്ലാതെ അതിന് യാതൊരുവിധ ശക്തിയും നിലവിലില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് തെളിയിച്ച നാണം കൊണ്ടൊരു സംവിധാനമാണ് ഐക്യരാഷ്ട്രസഭ. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിൻ്റെ ഏതെങ്കിലും ചർച്ചകൾ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. അല്ലെങ്കിൽ അവിടെ ചർച്ചകൾ നടന്നാൽ വെറും ഒരു മുറിക്കടത്തിരുന്ന ചർച്ചകൾ മാത്രമേ ഉണ്ടാവൂ. അത് കേൾക്കാൻ അമേരിക്കയോ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാവില്ല. അതിനപ്പുറം റഷ്യയും ചൈനയും ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. റഷ്യ അതിശക്തമായി യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെടുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ. അതോടൊപ്പം അവിടുത്തെ ഒരു സുരക്ഷാ സമിതി ഓൺലൈനിൽ യോഗം ചേർന്ന് എന്താണ് സ്ഥിതിഗതികൾ എന്ന് വിലയിരുത്തുന്നുണ്ട്. ഇറാനുള്ള പിന്തുണ അതിശക്തമായി ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട് റഷ്യ. ഏതെങ്കിലും തരത്തിൽ അത് യുദ്ധത്തിനുള്ള ഒരു ശാന്തിയിലേക്കോ സമാധാനത്തിലേക്കോ നയിക്കും എന്ന് പറയാൻ കഴിയുന്നതല്ല. മാത്രമല്ല അത് സമ്മർദ്ദം അല്ലെങ്കിൽ ആ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ ഉപകരിക്കുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ, അവരുടെ ശക്തിപ്രകടനം, അവരുടെ പൊളിറ്റിക്കൽ ഈഗോ, രാഷ്ട്രത്തിൻ്റെ ഈഗോ കാണിക്കുമ്പോൾ അടിപ്പെടുന്നത്, കൊല്ലപ്പെട്ട് കരിഞ്ഞു ചാമ്പലായി പോകുന്നത് സാധുക്കളാണ്, പാവങ്ങളാണ്, 85 കുരുന്നു കുഞ്ഞുങ്ങളടക്കം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.